ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ വിലാസാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേരിസംഭൂതൻ രാമംഭോ നിധിസംഗത ശ്രീമദ്രാമായണീ ഗംഗാവനാദുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 143 ഘട്ടത്തേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡത്തെ 14 സർഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 15ാമത്തെ സർഗത്തിലാണ് ഹനുമാൻ സീതയെ കണ്ടെത്തുന്നത്. പിന്നീട് സീതയെ വർണ്ണിക്കുന്നു. സീതയെ കണ്ട് ഹനുമാൻ ഉണ്ടാകുന്ന വിചാരഗതികൾ, സീതയ്ക്ക് കാവലിനായി രാവണൻ ഏർപ്പെടുത്തിയിട്ടുള്ള പല സ്വരൂപത്തോടു കൂടിയ രാക്ഷസികളുടെ വർണ്ണന, അത് കഴിഞ്ഞ് രാവണൻ സീതയോട് കാമാഭ്യർത്ഥന ചെയ്യാനായി എത്തുന്നത്, ഇതൊക്കെയാണ് തുടർന്നുള്ള സർഗങ്ങളിലുള്ളത്. കഥയുടെ കാര്യം മാത്രം പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളെ അതിലുള്ളൂ അർത്ഥം. അത് സീതയെ കണ്ടു, സീത തന്നെയാണെന്ന് പല കാരണങ്ങളെ കൊണ്ട് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവണൻ അവിടേക്ക് വന്നു. ഇത്രയാണ് 15, 16, 17, 18, 19 വർണ്ണത്തിലുള്ളത്. പക്ഷെ കാവ്യാത്മകമായ വർണ്ണനയും നേരിട്ട് കേൾക്കുമ്പോഴുള്ള സുഖങ്ങളൊക്കെയാണ് അതിലുള്ളത്. കാര്യം മാത്രം പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അർത്ഥം. അപ്പോൾ കാവ്യം ഒരു കാര്യം മാത്രം പറയാനുള്ളതല്ല, ഒരു വാർത്താ പ്രക്ഷേപണമല്ല കാവ്യം അർത്ഥം. ഭാമകൻ എന്ന് പറയുന്ന ആചാര്യം പറയുന്നുണ്ട്, പ്രഭാതമായി താമര പൊട്ടി വളർന്നു, പക്ഷികളൊക്കെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നുപോയി എന്നൊക്കെ പറയുന്നത് കവിതയല്ല, ഒരു വാർത്തയാണ്. വാർത്താമേനാം പ്രദക്ഷതയെന്ന് പറയുന്നത്. ഇതുപോലെ കാര്യങ്ങൾ പറയുക ചെയ്യുന്നെങ്കിൽ ഈ വാൽമീകി രാമായണത്തിലെ 16 സർഗങ്ങളൊക്കെ 10 മിനിറ്റ് കൊണ്ട് പറയാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കാവ്യപക്ഷം എന്നുള്ള നിൽക്കും ആദികവി പ്രയോഗിച്ചുള്ള ഉപമാലങ്കാരങ്ങൾ, അത് വർണ്ണിക്കുന്ന രീതി, അതിലൊക്കെയാണ് അതിൽ സഹൃദയന്മാർക്ക് മനോഹരമായി തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ കുറച്ച് വിസ്തരിച്ച് അറിയേണ്ടത്. കാര്യം മാത്രം പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഹനുമാൻ സീതയെ കണ്ടു, സീത തന്നെയാണ് ഉറപ്പിച്ചു. ഇത് പറയാനാണ് 10-70 ശ്ലോകങ്ങൾ വാൽമീകി പ്രയോഗിക്കുന്നത്. നമുക്കത് കേൾക്കാം. 14ാമത്തെ സർഗത്തിൻ്റെ ഒടുവിൽ പറഞ്ഞത്, ഏവന്തുമത്വാ ഹനുമാൻ മഹാത്മാ പ്രതീക്ഷമാണോ അനുജേന്ദ്രപത്നി എന്നാണ്. അതായത് ഈ അശോകവനികയിലേക്ക് രാമപത്നിയായ സീത എത്തിച്ചേരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഹനുമാൻ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 14ാം സർഗം അവസാനിച്ചത്. സുപുഷ്പിതേ പർണഹനേ നിലീന, ഈ വൃക്ഷത്തിൻ്റെ ഇടയ്ക്ക് മറഞ്ഞു നിന്നു. 15ാം സർഗത്തിൽ നോക്കാം. അവിടെ നിന്ന സമയത്ത് അപേക്ഷമാണസ്തമഹിം സർവാന്താം അന്വേക്ഷത, ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ മറിഞ്ഞിരുന്നുകൊണ്ട് ആ ഹനുമാൻ ഈ അശോകവനികയുടെ സമസ്ത ഭാഗങ്ങളും നോക്കി, എവിടെയെങ്കിലും സീതയുണ്ടോന്നോ അവിടെയുള്ള സ്ഥിതിഗത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂക്ഷ്മമായി നോക്കിയെന്നാണ്. അവിടെയുള്ള മരങ്ങളൊക്കെ വർണ്ണിക്കുക. പിന്നെ സന്താനകരതാധിഷ്ഠപാദഭൈരുപശോഭിതാം ദിവ്യഗന്ധരസോപേതാം സർവതസമലങ്കൃതം. സന്താന വൃക്ഷങ്ങൾ അതിനെ കൊണ്ടുള്ള ശോഭയുണ്ടായിരുന്നു. സുഗന്ധം പൂശുന്നതായ സുഗന്ധം അടിയടിക്കുന്നതായ കാറ്റുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം നോക്കിയത്. കുറേ നിലവറകളുണ്ടായിരുന്നു. എല്ലാ ഋതുക്കളിലും പൂക്കത്ത് കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളുണ്ടായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ ഈ അശോകവനിക എന്നത് വളരെ ചെറിയ സ്ഥലത, വലിയ വിശാലമായ സ്ഥലമായിട്ടാണ് വർണ്ണനുള്ളത്. അതുകൊണ്ട് അത്രയധികം വൃക്ഷങ്ങളുണ്ട്. കത്തുന്ന പോലെ ജ്വലിക്കുന്ന 100,000 പക്ഷികൾ വന്നിരിക്കുന്നത് കൊണ്ട് മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ശോഭിക്കുന്നുണ്ടായിരുന്നു. മരത്തിൻ്റെ ഇലകൾ കാണാത്ത വിധം ഇത്രയും പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നില്ല. കാഞ്ചനോൽപ്പല പത്മാവ് വാവീർ ഉപശോഭിതാം ബഹ്വാസനകുലോപേതം ബഹുഭൂമി ഗൃഹായുധം. ഇങ്ങനെയൊക്കെയുള്ളതാണ്. ആമൂലാഗ്രം പൂക്കൾ നിറഞ്ഞിരിക്കുന്നതാണ്. പുഷ്പിതമായ അശോകങ്ങളുടെ ശോഭ കൊണ്ട് ആ പാടെ വിളങ്ങുന്നതാണ്.
പുഷ്പഭാര അതിഭാരയിച്ച സ്പൃശദ്ധിരിവമേദിനിയും. പുഷ്പഭാരം കൊണ്ട് ചില കൊമ്പുകളൊക്കെ, പൂവിൻ്റെ ഭാരം, അത്രയും പൂക്കളുണ്ടെന്ന് അർത്ഥം. ആ പൂക്കളുടെ ഭാരം കൊണ്ട് കൊമ്പുകളൊക്കെ താഴ്ന്നിട്ട് ഭൂമിയെ സ്പർശിക്കാതെ കോണം താഴ്ന്നിരുന്നു. അതിൻ്റെ ഭാരം കൊണ്ടാണ്. അങ്ങനെ അനവധിയായ പറഞ്ഞാൽ എല്ലാ ഭാഗമൊന്നും നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ സാധിക്കില്ല. പറയും, അതായത് ദേശപ്രഥമം ദേശം പ്രതീർത്ഥ സർവത വിരുദ്ധമൂലാമഹവ ശോഭന്തേസ്മാ സുപുഷ്പിത. ഇത് അശോകവനികയെ പല ദിവ്യങ്ങളായ ഉദ്യാനങ്ങളോടും ഓമിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കവി പറയുന്നത്. ലോകത്ത് പ്രസിദ്ധമായിട്ട് നന്ദനോദ്യാനം, ചിത്രവനം, ചൈത്രരഥം പറയുന്ന പുഷ്പവനങ്ങളിൽ ആരാമങ്ങൾ, അതിനോടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് നന്ദനം വിഭുതോദ്യാനം ചിത്രം ചൈത്രരഥം തഥാ അതിവൃത്തമിവാചിന്യം ദിവ്യം രമ്യസ്വയായുധം. കാമനീയത കൊണ്ട് രമ്യമായിരിക്കുന്ന പുഷ്പരത്നശതൈ ചിത്രം, നൂറുകണക്കിന് മനോഹരമായ പുഷ്പങ്ങളോട് കൂടിയ അഞ്ചാമത്തെ കടൽ പോലെ തോന്നിക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. നാനാനിനാദേരുദ്യാനം, പലതരമുള്ള പക്ഷികളുടെയും വണ്ടികളുടെയൊക്കെ ശബ്ദം ഉണ്ടായിരുന്നു. കാനന ശോഭയൊക്കെ ആസ്വദിക്കുന്നവർക്കാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ അതിവിചിത്രങ്ങളും അത്യന്ത ഭിന്നങ്ങളുമായ ശബ്ദങ്ങളുണ്ടായിരുന്നു. മൃഗഗണ ദ്വിജയി, പലതരത്തിലുള്ള പക്ഷിമൃഗാദികളുണ്ട്. അനേക ഗന്ധപ്രവകം പുണ്യഗന്ധം മനോഹരം, ഇങ്ങനെയൊക്കെയുള്ളതായ അശോകവനികയാണ് ഈ ഹനുമാൻ കണ്ടത്. സദർശ അവിദൂരസ്ഥം, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, വളരെ അകലെയല്ലാതെ വളരെ അടുത്തല്ല, വളരെ ദൂരെയല്ല. അവിടെയാണ് ചൈത്യപ്രാസാദമൂർജിതം മധ്യേ സ്തംഭസഹസ്രേണ സ്ഥിതം കൈലാസമണ്ഡുരം. അവിടെ കൈലാസം പോലെ അടുത്ത ഉന്നതമായ ചൈത്യപ്രാസാദം കണ്ടത്. അവിടെ തങ്കനിർമ്മിതമായ വേദിയുണ്ട്. അവിടെ വളരെ ചെറിയൊരു പൂന്തോട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റിയ വിശാലമായ സ്ഥലമായിട്ടാണ്. ഉയരം കൊണ്ട് ആകാശത്തൊരുങ്ങുന്ന നിർമ്മലമായൊരു പ്രാസാദം. പ്രാസാദം വെച്ചാൽ വലിയ കെട്ടിടം. പ്രാസാദം ഹർമ്മ്യം എന്നൊക്കെ ഉള്ളത് വളരെ ജയമായിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള പര്യായങ്ങളാണ്. അവിടെയാണ് രാക്ഷസികളാൽ വളയപ്പെട്ടുകൊണ്ട് ഈ സീതയെ കാണുന്നത്. 18-ാം ശ്ലോകത്തിലാണ് സീതയെ കണ്ടു എന്ന് പറയുന്നത്. നിർമ്മലം പ്രാംശുഭാവത്വ ദുർലിഖന്തവിവാംബരം തതോ മലിന സംവീതാം രാക്ഷസീഭി സമാവൃതം. രാക്ഷസികളാ ചുറ്റപ്പെട്ടുകൊണ്ട് മലിനമായ വസ്ത്രം ധരിച്ചവളായിട്ട് ഒരു സ്ത്രീയെ കണ്ടു. പിന്നെ തൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുറപ്പിച്ചു ഹനുമാൻ, ഇത് സീതയാണ്. അതാണ് അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ഉപവാസം കൊണ്ട് അവളുടെ ശരീരമൊക്കെ ആണല്ലോ മെലിഞ്ഞിരുന്നു, ദീനയായിരുന്നു. ശുക്ലപക്ഷാരംഭത്തിലെ ചന്ദ്രക്കല പോലെ നിർമ്മലയാണ്, മാലിന്യമൊന്നുമില്ല. ഈ വെളുത്ത പക്ഷത്തിൽ ആദ്യത്തെ ദിവസമൊക്കെ ചന്ദ്രൻ വളരെ ചെറുതായിരിക്കുമല്ലോ, ചന്ദ്രരേഖ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെയാണ് വലുതായി വരുന്നത്. അതേപോലെ അത്രയും മെലിഞ്ഞു പോയിരുന്നു കാണിക്കാനാണ്. നല്ലപോലെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം വ്യക്തമാകുന്ന രൂപപ്രഭയോട് കൂടിയവളാണ് അവൾ. ദൂരെ കാണും പെട്ടെന്ന് മനസ്സിലാവില്ല. മന്ദപ്രഖ്യായമാനേന രൂപേണ രുചിരപ്രഭാം പിനദ്ധാം ധൂമജാലേന ശിഖാമിവ വിഭാവസോ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ പുക കൊണ്ട് മൂടിപ്പോയ അഗ്നി പോലെയാണ്. അഗ്നി ജ്വലിക്കുന്നുണ്ടെങ്കിലും പുക ധാരാളമായിട്ട് വരുമ്പോൾ അഗ്നിക്കുള്ള പ്രകാശം ഉള്ളതുപോലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അങ്ങനെ മങ്ങിപ്പോയ സൗന്ദര്യത്തോടു കൂടിയവളായ സീതയെ കണ്ടു എന്നാണ്. പീതേന ഈകേന സംവീതാം ക്ലിഷ്ടേന ഉത്തമവാസസ സഭംഗാം അനലങ്കാരം. അലങ്കാരങ്ങളില്ലാത്തവളും പങ്കജ ചളി പൊടിയൊക്കെ നിറഞ്ഞ വസ്ത്രങ്ങളാണ്. ചളി പൊടി നിറഞ്ഞതായ വസ്ത്രങ്ങളോട് കൂടിയിട്ട് അശ്രുപൂർണമുഖീം ദീനാം കൃഷാം അനശനേന ചാ. ഭക്ഷണപാനീയങ്ങളൊന്നും പോലില്ലാത്തതുകൊണ്ട് ക്ഷീണിച്ചവളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടിയവളും ശോകധ്യാനപരാന്തീനാം നിത്യം ദുഃഖപരായണം, എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവളും. ഭർത്താവിന് വേർപിരിഞ്ഞ് ഈ രാഷ്ട്രീയങ്ങളുടെ മധ്യത്തിൽ വളരെ ക്ലേശം സഹിച്ചിരിക്കുന്ന സീതയാണ് കാണുന്നത്. പ്രിയം ജന്മമപശ്യന്തിയും പശ്യന്തിയും രാക്ഷസീഗണം. അവിടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. സ്വന്തക്കാർ, തനിക്ക് സ്നേഹമുള്ളവരും തന്നോട് സ്നേഹമുള്ളവരൊന്നും കാണാനില്ല. കാണാനുള്ള ആരാണ്? രാക്ഷസീഗണം. അനേക രാക്ഷസികളെ മാത്രമേ കാണാനുള്ളൂ. അവരാകട്ടെ ഇനി അടുത്ത സർഗത്തിൽ അവരെ വർണ്ണിക്കുന്നുണ്ട്. അവർ
വളരെ വികൃതാനകളായിരുന്നു, കണ്ടാൽ പേടിപ്പെടുത്തുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ നീലയാ നീലതാവായേ വനരാജ്യാമഹീമിവാൻ. അകപ്പോൾ സുഖാർഹയാണ് അവള്, പക്ഷെ ഇപ്പോൾ ദുഃഖിച്ച് കഴിയാന്ന് പറയാൻ. സുഖാർഹാം ദുഃഖസന്തത്താം, സുഖത്തിന് അർഹതയുള്ളവളാണ്. പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ യോഗ്യയായിരിക്കുമെങ്കിലും കൂടി വ്യസനേനാം അഹോവിധാം താം വിലോക്യ വിശാലാക്ഷിയും അധികം മലിനാംഗ്രശം, മലിനമായ വസ്ത്രങ്ങളോടുകൂടിയ അവളെ കണ്ടിട്ട് തർക്കയാമാസ സീതേരി, ആ ഹനുമാൻ ബുദ്ധിശാലിയായിരിക്കുന്ന ആളാണിത്, സീത തന്നെയെന്ന് ഉറപ്പിച്ചു. കാരണം അല്ലെങ്കിൽ ഇത്രയധികം സുഖസമൃദ്ധമായ അനേക ഭോഗവസ്തുക്കളുള്ളതായ ഈ ലങ്കയിൽ ഒരു സ്ത്രീയെ ദുഃഖിച്ച് കഴിയേണ്ട കാര്യമില്ല. ദുഃഖിക്കുന്നതല്ല, അവൾ സീത തന്നെയാണെന്ന് ഉറപ്പിച്ചു. കാരണം പ്രേതവരെ കാണാതെ പ്രേതവിൽ നിന്ന് അകന്ന് കഴിയുന്ന ഇയാൾ മാത്രമേ ഇവിടെ ദുഃഖിച്ചിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള നേരത്തെ നമ്മൾ കണ്ടു, പാന ഭൂമിയിലൊക്കെ അനേക ഭോഗവസ്തുക്കളുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിയനോടുള്ള വിരഹം കൊണ്ട് നിൽക്കുന്ന ആ സീത തന്നെയാണെന്ന് ഉറപ്പിച്ചു. പിന്നെ അവളെ വർണ്ണിക്കുകയാണ്. അവൾ എങ്ങനെയുള്ളവളാണ്? യഥാരൂപാഹി ദിഷ്ടാസ തഥാരൂപേയമങ്കര പൂർണ്ണചന്ദ്രാനനാം സുഭ്രം. ചന്ദ്രമുഖിയാണ്. സുഭ്രം വെച്ചാൽ നല്ല പുരികക്കുടികളോടുകൂടിയവളാണ്. ചാരുവൃത്തവയോധരാം, വട്ടമൊത്ത കൊങ്കളോടുകൂടിയവളാണ്. കുറവന്തിയും പ്രഭയാം ദേവിയും സർവാവിധി വിരാദശ, ദിക്കുകളിലെ ഇരുട്ടൊക്കെ എന്താ ജ്വലിക്കുന്ന ശോഭയോടുകൂടിയവളാണ്. സീതാം പത്മവലാസാക്ഷിയും മന്മഥസ്യരതിം യഥാ, കാമദേവന്റെ ഭാര്യയായ രതിയെപ്പോലെ ശോഭിക്കുന്നവളാണ്. ഇഷ്ടം സർവസജഗത പൂർണ്ണചന്ദ്രപ്രഭാമിവ, പൂർണ്ണചന്ദ്രൻ്റെ പ്രഭയോടുകൂടിയവളാണ്. പിന്നെ സാധാരണ കാവ്യങ്ങളിലൊക്കെ പഴയ കാലത്ത് സ്ത്രീകളുടെ അംഗങ്ങളൊക്കെ വർണ്ണിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അതനുസരിച്ച് ഒക്കെ വർണ്ണിക്കാൻ അവളെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? താം സ്മൃതിവിവ സ്നിഗ്ധാം അമർത്തിന്നിപതാമിവ, പലതരത്തിലുള്ള അലങ്കാരങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് സീതയുടെ ഈ ദൈന്യാവസ്ഥയൊക്കെ വർണ്ണിക്കുന്നത്. ഏതുപോലെ അർത്ഥം വെളിവാകാത്ത സ്മൃതിവാക്യം പോലെ. അർത്ഥം വേണ്ടത്ര വ്യക്തമില്ല എന്നുണ്ടെങ്കിൽ വേദവാക്യങ്ങൾ സ്മൃതിവാക്യങ്ങളൊക്കെ പ്രയോജനപ്രദാവില്ലല്ലോ. അതേപോലെ ക്ഷയിച്ചു പോയവളാണ്. ക്ഷയിച്ചു പോയ വിശ്വാസം പോലെ. വിശ്വാസമൊന്നും കാണപ്പെടുന്നൊരു വസ്തുവല്ല, കവിനെ വർണ്ണിക്കാൻ. വിശ്വാസം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ക്ഷീണം ഉണ്ടായിരുന്നു അർത്ഥം. മിഥ്യാപവാദത്താൽ മങ്ങിയ കീർത്തി പോലെ. ആൾ കീർത്തിമാനൊക്കെയാണ്, പക്ഷേ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ അപവാദം പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ ആ കീർത്തിക്ക് മങ്ങലേൽക്കും. അതുപോലെയൊക്കെയാണ് സീത ഇരിക്കുന്നത്. ബാഷ്പാമ്പു പരിപൂർണേന കൃഷ്ണ വക്രാക്ഷിപക്ഷണ വദനേന അപ്രസന്നേന, അത്ര പ്രസന്നമല്ലാത്ത മുഖത്തോട് കൂടിയിട്ട് തസ്യ സന്ധിതിഹേ ബുദ്ധിസ്തഥാ സീത നിരീക്ഷത. അപ്പോൾ അവളുടെ വസ്ത്രം, അവളുടെ ഇരിപ്പ്, അവളുടെ മുഖം, അവളുടെ ഭാവം, ഇതൊക്കെ കണ്ടിട്ട് ആ ഹനുമാൻ എന്തായാലും ഉറപ്പിച്ചു, ഇത് സീത തന്നെ ഉറപ്പിച്ചു. ഇത്രയും ദുഃഖിതയായിരിക്കുന്നത് സീത തന്നെയാവാൻ ഉറപ്പിച്ചു. ഇതാകട്ടെ അഭ്യസിക്കാത്ത വേദവിദ്യ പോലെ. വേദങ്ങളൊക്കെ എപ്പോഴും വേദവും നിത്യമധീയതാണല്ലോ, ദിവസവും പാരായണം അഭ്യസിക്കും ചെയ്യണം, അല്ലെങ്കിൽ വേദമൊക്കെ മങ്ങിപ്പോവും. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, ഗുരുമുഖത്ത് പഠിച്ചിട്ടുണ്ട് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അഭ്യാസം കൊണ്ട് പൂർണ്ണമാവാത്ത വേദവിദ്യ പോലെ എന്നൊക്കെയാണ് പറഞ്ഞത്. താം സമീക്ഷ വിശാലാക്ഷിൻ രാജപുത്രി മനിന്ദിതാം തർക്കയാമാസ സീതേതി. വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കാൻ പല കാരണങ്ങളെ കൊണ്ടും ഇത് സീത തന്നെയെന്ന് ഉറപ്പിച്ചു എന്നാണ്. ഇവിടെ എങ്ങനെയുള്ളവളാണ്? യം കനകവർണ്ണാങ്കി രാമസ്യ മഹിഷി പ്രിയ, സാക്ഷാൽ രാമൻ്റെ പത്നിയാണ്. കനകവർണ്ണത്തോടു കൂടിയവളാണ്. പ്രനഷ്ടാഭിഹതീയസ്യ മനസ്സോനാപനശ്യതി. ഈ പലതരത്തിൽ ദുഃഖങ്ങൾക്കുണ്ട്, ഒരു തീരെ നശിച്ചു പോയിട്ടില്ല. അവളുടെ മനസ്സിൻ്റെ ബലം ഇപ്പോൾ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. സ്ത്രീ പ്രണഷ്ടേതി. യഥാർത്ഥത്തിൽ ഈ രാമൻ ദുഃഖിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് ഹനുമാന് തോന്നി. ഇത്രയും സുന്ദരിയും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളായ ഇവളെ വിചാരിച്ചിട്ട് ആ രാമൻ ദുഃഖിക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ആ രാമനെ പ്രശംസിക്കുന്നത് മനസ്സിലായിരുന്നു. ഏവം സീത അന്ധതാ ദൃഷ്ടാഹൃഷ്ടാപവന സംഭവ ജഗാമനസാരാമം പ്രശംസകം പ്രഭും. ഞാനിപ്പോൾ ലങ്കയിലുള്ളതെങ്കിൽ മനസ്സുകൊണ്ട് രാമസമീപത്തെത്തിയിട്ട് ആ രാമനെ പ്രശംസിച്ചു എന്ന് പറയാം. ഈ പറയുന്നത് അവിടെ ഇങ്ങനെ സാമാന്യമായിട്ടൊക്കെ 15-ാം അധ്യായത്തിൽ പറഞ്ഞു. 16-ാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ സീത തന്നെ ഉറപ്പിക്കാനുള്ള കുറേ കാരണങ്ങൾ വീണ്ടും പറയാൻ. എങ്ങനെയൊക്കെയാണ് ഹനുമാൻ വിചാരിച്ചെന്നാണ്. സമൂഹൂർത്തമധ്യാത്വ ബാഷ്പപര്യാവുലക്ഷണ. സീതയുടെ ദൈനികമായ സ്ഥിതി കണ്ടിട്ട്
ആ ഹനുമാൻ ചിന്താധീനായി. അദ്ദേഹത്തിന് പോലും കണ്ണീരുറന്നു. നിറഞ്ഞ കണ്ണുകളോടെ എന്ന് പറയുന്നുണ്ട്, നിറഞ്ഞ കണ്ണുകളോടെ വിലപിച്ചു. വിലപിച്ചു വെച്ചാൽ അവിടെ ശബ്ദമായിട്ട് കരഞ്ഞു എന്ന് വിചാരിക്കേണ്ട, മനസ്സുകൊണ്ട് വിഷമിച്ചു. മാന്യ ഗുരുവിനീതസ്യ ലക്ഷ്മണസ്യ ഗുരുപ്രിയ യതി സീതാഹി ദുഃഖാർത്ഥ കാലോഹി വിക്രമ. ഇതൊക്കെയാണ് എൻ്റെ വിചാരം. ഇത് സീത തന്നെയാണെന്ന് വന്നാൽ കാലത്തിൻ്റെ സ്ഥിതി കഷ്ടം തന്നെ. കാലത്ത് അനുവർത്തിക്കാനായിട്ട് സാധിക്കില്ല, കാലത്ത് അതിക്രമിക്കാനായിട്ട് സാധിക്കില്ല, ദുരതിക്രമമാണ്. അല്ലെങ്കിൽ ദശരഥൻ്റെ പുത്രഭാര്യയും ജനകരാജാവിൻ്റെ മകളും ആയപ്പോൾ ഇങ്ങനെ ദുഃഖിക്കേണ്ടവളല്ല എന്നൊക്കെ വിചാരിച്ച് ദുഃഖിക്കുക. രാമസ്യ വ്യവസായജ്ഞ ലക്ഷ്മണസ്യ ധീമത നാത്യർത്ഥൻ ക്ഷുഭ്യതേ ദേവി ഗംഗേവ ജലരാഗമ. അവള് ഗംഗയിൽ മഴക്കാലം വന്നു വിചാരിച്ചിട്ട് വെള്ളം കൂടിപ്പോയി ഒന്നും വരില്ല. അവൾ എവളെന്ത് ചെയ്തിരിക്കുന്നു, ഇത്രയൊക്കെ ദുഃഖമുണ്ടെങ്കിലും വല്ലാതെ ക്ഷോഭത്തിന് വശകയല്ല, അതിനെ കീഴ്പ്പെട്ടിട്ടില്ല. താം ദൃഷ്ട്വാ നവഹേമാഭാം, പുതിയ സ്വർണത്തിൻ്റെ തിളക്കത്തോടു കൂടി അവളായിട്ട് ലോകകാന്താവിവസ്യം, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നവളാണ്. അങ്ങനെയുള്ള തം ദൃഷ്ട്വാ, അങ്ങനെ കണ്ടിട്ട് യഗാമ മനസാരാമം വചനം ചെയ്തവീൻ, അത് മനസ്സുകൊണ്ട് ഹനുമാനിങ്ങനെ പറഞ്ഞു. ഞാൻ രാമൻ്റെ അടുത്തെത്തിയായി സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ്. അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ മഹാവീരനായ ആ ബാലി വധിച്ചത്, സുഗ്രീവായി സഖ്യം ഉണ്ടായത്, ജനസ്ഥാനത്ത് 1,000-ലധികം സൈന്യം വധിച്ചതൊക്കെ എന്താണ് ഈ സീത കാരണമായിട്ടാണ്. അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കാൻ. അത് ദശസഹസ്രാണി രാക്ഷസാം ഭീമകർമ്മണം നിഹതാനി ജനസ്ഥാനേ ശരീരാഗ്നിശിഖോമപൈം എതിരാമ സമുദ്രം മേദിനിയും പരിവർത്തയിൽ. പിന്നെ പലതും വിചാരിച്ചിട്ട് ഹനുമാൻ വിചാരിച്ചു, ഇവർക്ക് വേണ്ടിയിട്ട് ഈ രാമൻ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ചാൽ പോലും അത്ഭുതപ്പെടില്ല, അത്രയധികം സുന്ദരിയും സൗശീല്യമുള്ളവളാണ്. അങ്ങനെയുള്ളൊരു പ്രിയഭാര്യയ്ക്ക് വേണ്ടിയിട്ട് രാമൻ ക്ഷോഭിക്കുന്നതിനോ അവളെ തന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞതിനുള്ള ക്രോധം കൊണ്ട് ലോകത്തെ തന്നെ ദഹിപ്പിക്കുകയോ ചെയ്താൽ അത്ഭുതമൊന്നുമില്ല എന്നാണ്. രാജ്യം വാ തൃഷു ലോകേഷു സീതാവാചന കാൽപനാം ത്രൈലോക്യ രാജ്യം സകലം സീതായാനാപ്നേൽക്കലാം. യഥാർത്ഥത്തിൽ ത്രൈലോക്യത്തിലെ സമസ്ത സുഖങ്ങളും രാജ്യങ്ങളും വിഭവങ്ങളും പോലും ഈ സീതയുടെ ഒരംശമൊക്കെ ഇല്ലാന്ന്. അതിനേക്കാളൊക്കെ കേമാണ് സീതയുടെ ഈ സൗന്ദര്യവും വിലോഭനീയമായിരിക്കുന്ന ഈ രൂപമൊക്കെ. ഇങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി ഈ യുദ്ധം ചെയ്യുന്നതിലോ ഒന്നും അത്ഭുതമില്ല എന്നാണ്. പിന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ്, യഥാർത്ഥ ഇവളെങ്ങനെയുള്ളവളാണ്. വിക്രാന്തസ്യ ആര്യശീലസ്യ സംയുവേഷ അനിവർത്തിന, യുദ്ധത്തിൽ നിന്ന് ഒരു കാലത്തും പിന്മടങ്ങാത്തവനായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രഭാര്യയാണ്. ധർമ്മജ്ഞസ്യ കൃതജ്ഞസ്യ രാമസ്യ വിദിതാത്മാവായിരിക്കുന്ന രാമൻ്റെ ഭാര്യയാണ്. ഇയം സാധയിത ഭാര്യ രാക്ഷസീവശമാകല. അങ്ങനെയൊക്കെയുള്ള ഈ സീതയാണല്ലോ രാക്ഷസികൾക്ക് അടിപ്പെട്ടിട്ട് അവരുടെ കുത്തുവാക്കുകളും അവരുടെ ഭീഷണങ്ങളായ നോട്ടങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വന്നല്ലോ. സർവാൻ ഭോഗാൻ പരിത്യജ്യ, അങ്ങനെയുള്ളവളാണ് സമസ്ത രാജകീയ ഭോഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഭർത്തൃസ്നേഹബലാൽകൃത, ഭർത്താവിനോടൊപ്പം കാട്ടിലേക്ക് ഇറങ്ങി വന്നവളാണ്. സന്തുഷ്ടാഫലമൂലേന ഭർത്തൃശുശ്രൂഷണാവര, ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കായ്കിഴങ്ങുകളൊക്കെ ഭക്ഷിച്ചിട്ട് ജീവിക്കാൻ ഒരുങ്ങി വന്നവളാണ്. ഇവൻ ദുശീലസമ്പന്നാൻ ഭ്രഷ്ടവിച്ഛതി രാഘവ രാവണേന പ്രമതിതാം പ്രഭാമിവ പിപാസിതാം. നേരത്തെ രാവണൻ ബലാൽ അപഹരിച്ചുകൊണ്ടുപോയ ഇവളെ കാണാതെ ആ രാമനെ ജയിക്കുന്നു. ദാഹം കൊണ്ട് വലഞ്ഞവൻ തണ്ണീർ പന്തലിനെ അന്വേഷിക്കുന്നത് പോലെ രാമൻ ഇവളെ അന്വേഷിക്കാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ആ പഴയ സമ്പ്രദായത്തിനനുസരിച്ച് പറയാണ്, ഭർത്താവ് നഷ്ടപ്പെട്ടവളായതോ ഭർത്താവിൽ നടന്നവളായവളെ കാര്യം വലിയ കഷ്ടം തന്നെ. കാരണം താൻ നൈഷാ പശ്യതി രാക്ഷസ്യോ നേമൻ പുഷ്പഫലദ്രുമൻ, ക്രൂരരാക്ഷസികളാൽ ചുറ്റപ്പെട്ടവളാണ് ഇവള്. യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഏറ്റവും വലിയ സമ്പത്ത് ഭർത്താവ് തന്നെയാണ്. ഭർത്താനാമവനെന്നാരി ആ ശോഭനം ഭൂഷണാദവി. ഒരു തരത്തിലുള്ള വസ്ത്രാലങ്കാരങ്ങളും കൊണ്ടല്ല സ്ത്രീ ഭൂഷിതയായിരിക്കുന്നത്, ഭർത്താവിനെ കൊണ്ടാണ്. ആ ഭർത്താവ് നകന്നു കഴിയാണല്ലോ ഓടി ചെയ്യേണ്ടി വന്നത്. ദുഷ്കരം ഗുരുതേ രാമോ ഹീനോ യദനയാ പ്രഭു. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആ സീതയ്ക്കുണ്ടായ ആപത്തുകൾ ജനകസുതാകൃപണ ഇങ്ങനെയുള്ള സീത ഈ മോശമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അതിനുശേഷം ആ സീതയിൽ നിന്ന് കണ്ണെടുത്തിട്ട് സീതയ്ക്ക് കാവൽക്കാരികളായി സീതയുടെ
നാലുപുറയുള്ള രാക്ഷസികളെ വിശദമായി നോക്കിക്കാണുകയാണ് ഹനുമാൻ. അവരെ വർണ്ണിക്കാണ് ഈ 17ാം സർഗത്തിൽ ചെയ്യുന്നത്. പറയാണ് അതെന്താണ്? തഥാ കുമതഖണ്ഡാപോ നിർമ്മലം നിർമ്മലോദയ. ആ സമയമാകുമ്പോഴേക്ക് ചന്ദ്രനില്ല, കുറച്ചുകൂടി ഉദിച്ചു വരുന്നു കഴിഞ്ഞു. ആ സമയത്ത് ഈ രാക്ഷസികളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റി നടക്കാം. സദ്ദശതീതാം പൂർണ്ണചന്ദ്രതിഭാനനം. പൂർണ്ണചന്ദ്രക്ക പോലെ പൂർണ്ണമായ സീതയുടെ മുഖം നന്നായിട്ട് കാണും. അവളുടെ ശോകം, അവളുടെ ദുഃഖമൊക്കെ എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഈ ചുറ്റുപാടുമായുള്ള രാക്ഷസികളെ വർണ്ണിക്കാൻ ഒക്കെ ഈ ഹനുമാൻ കണ്ടു അവരെന്നാണ്. ഏകാക്ഷിയും ഏകകർണാഞ്ച കർണപ്രാവരണം തഥാ. ഓരോ ശ്ലോകമായിട്ട് പറഞ്ഞതിൽ ചില ഒറ്റ കണ്ണ് മാത്രമുള്ളവളാണ്, ചില ഒറ്റ കാതുള്ളവരാണ്, ചില കാതൊക്കെ ആ പാടും മുഖമൊക്കെ മൂടാൻ നിൽക്കണം വലിയ കാതുള്ളവരാണ്, ചിലർ കുറ്റി പോലുള്ള കാതുള്ളവരാണ്, ചിലത് വലിയ ശരീരവും തലയൊക്കെ ഉള്ളവളാണ്, ചിലത് മുടി കൊഴിഞ്ഞവളാണ്. പക്ഷേ ഇവിടെ ഈ കാണുന്ന ഈ രാക്ഷസികളൊക്കെ തന്നെ കാണുന്ന ഒരു കറുപ്പും വെറുപ്പും ഭയമൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നർത്ഥം. സുന്ദരികളെ ആൾക്കാർ നല്ല കാവലിരുത്തത്. കാരണം സീതയ്ക്ക് മനംമടുപ്പുണ്ടാക്കാന്നൊക്കെ ഉള്ളു. അവളെ യഥാർത്ഥത്തിൽ വാക്കോട്ട് ഭീഷണിപ്പെടുത്തല്ല, മാത്രമല്ല രാവണൻ ചെയ്യുന്നതർത്ഥം. ഇവരുടെ നിരന്തരമായ ദർശനവും അവരുടെ ശബ്ദങ്ങളൊക്കെ തന്നെ സീതയ്ക്ക് ഭീതിജനകങ്ങളാണ്. അങ്ങനെയുള്ള ആളിനെയാണ് 4 വഴി നിർത്തിയിട്ടുള്ളത്. തൂങ്ങിയ വയറും മുലകളുള്ളവർ, തൂങ്ങിയ ചുണ്ടുള്ളവർ, ചുണ്ടും താടിയൊക്കെ ഒരുമിച്ച പോലെയുള്ളവർ, പിന്നെ ഭീകരമാണ്. ചില വളരെ ഉയരം കുറഞ്ഞവരാണ്, ചില വളരെ ഉയരമുള്ളവരാണ്, ചില കൂനികളാണ്, ചില വികൃതകളാണ്, ചില മഞ്ഞ നിറമുള്ളവരാണ്. ഇങ്ങനെ വർണ്ണിക്കുന്നതാണ്. വികൃത, പിങ്കള, കാളി, ക്രോധന, കലഹപ്രിയ, കാളായ, സമഹാശൂര, കൂട, മുത്തരധാരിണി. അതുപോലെ ഈ സ്ത്രീകൾ, രാക്ഷസ കയ്യിൽ അനേക തരത്തിലുള്ളതായ ആയുധങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, സീതയെ ഭയപ്പെടുത്താതൊക്കെ. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലാണ് ഈ പാപ സീത ഇരിക്കുന്നത്. സ്കന്ധവന്തം വാസീന പരിവാര്യ വനസ്പതി തസ്യാമേ ദേവി രാജപുത്രീവ നിന്ദിതാം. നിന്ദിക്കപ്പെടാൻ അർഹതയില്ലാത്ത വെച്ചാൽ ഒരു തരത്തിലും ഒരാൾക്കും നിന്ദിക്കാനൊരു അവകാശമില്ലാത്ത ആളാണ് സീത. അവൾ അങ്ങനെയുള്ള ഈ രാഷ്ട്രീയങ്ങളുടെ മധ്യത്തിൽ അവളെ കൂനിക്കൂടിയിരിക്കുകയാണ്. അവൾ നേരത്തെ പറഞ്ഞ പോലെ അവൾ മലിനമായ വസ്ത്രത്തോടു കൂടിയവളാണ്. കേശസംസ്കാരങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ജലപിടിച്ച മുടിയോടുകൂടിയവളാണ്. ഉത്തമങ്ങളായ അലങ്കാരങ്ങളൊന്നും ഇല്ലാത്തവളാണ്. ദശഹനമാസ്തത്ര ലതാം അകുസുമാവിഭാം. പൂവില്ലാത്ത വള്ളി പോലെ കണ്ടു നർത്തം. അവളെ കണ്ടു. അഴകില്ലാത്ത ശരീരത്തോടു കൂടിയിട്ട് ചേറിൽ വീണുപോയ താമര പോലെ. താമര വളരെ പൂത്ത് നിൽക്കുക ചെയ്യുന്നത് ചെളിയിലാണെങ്കിലും അതിൻ്റെ വേരുകൾ ചെളിയിലാണെങ്കിലും താമര പൂവ് ചെളിയിൽ വീണാൽ വിഷമാണ്. അതുപോലെയാണ് അവളെ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്താണ് രാവണൻ അവിടത്തേക്ക് പുറപ്പെടുകയാണ്. ആ രാവണൻ സീതയെ പ്രലോഭിപ്പിക്കുവാറ് നടത്തുന്ന കാമാഭ്യർത്ഥനകളൊക്കെയാണ് 18, 19, 20 അധ്യായങ്ങളിലുള്ളത്. അപ്പം ഇങ്ങനെ ഈ ഹനുമാൻ സീതയെ നന്നായിട്ട് വീക്ഷിച്ച് ഇരിക്കുന്ന സമയത്ത് വലിയ ശബ്ദങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഏകദേശം അർദ്ധരാത്രിയായി, ചന്ത കുത്തു വന്നു. രാക്ഷസന്മാർ സ്വതേ രാത്രിഞ്ചരന്മാരാണല്ലോ. അപ്പോൾ വലിയ മംഗളവാദ്യങ്ങളോട് കൂടിയിട്ട് അനേകം സുന്ദരികളായ സ്ത്രീകളെ കൊണ്ട് വിളക്കുകളും വിചിത്രങ്ങളായ വസ്തുക്കളൊക്കെ എടുപ്പിച്ചുകൊണ്ട് രാവണൻ സീതയെ പ്രലോഭിപ്പിക്കാനൊക്കെ അങ്ങോട്ട് വരികയാണ്. ഇതൊക്കെയാണ് അഴകിയ രാവണൻ എന്ന് പറയാം. തോരണയുദ്ധം കഥകളിയിലൊക്കെ ഈ രാവണൻ്റെ ഗംഭീരമായ എഴുന്നള്ളിപ്പ് കാണാം. ഗംഭീരമായൊരു ഘോഷയാത്ര. ഇന്നത്തെ എനിക്ക് പറഞ്ഞ ഒരു താലപ്പൊലിയൊക്കെ എടുത്ത സുന്ദരിമാരോട് കൂടിയിട്ട് തൻ്റെ പ്രാഭവമൊക്കെ സീതയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാവണൻ വരുന്നത്. അതിനെയാണ് ഈ 18ാം അധ്യായത്തിൽ ഇവർ വർണ്ണിക്കുന്നത്. പ്രശന്നിയുക്തമസ്യാം മദനേന മതൽക്കട. സീതയെക്കുറിച്ച് വിചാരിച്ച് കാമം കൊണ്ട് കത്തുന്നവനായ ഈ രാവണൻ അവിടത്തേക്ക് വരികയാണ്. പലതരത്തിലുള്ളതായ വസ്തുക്കളോട് കൂടിയിട്ട് അശോകവനികയിലേക്ക് പ്രവേശിച്ചു എന്നാണ് 8-9 ശ്ലോകത്തിലൊക്കെ പറയുന്നതാണ്. ഈഹാമൃഗേശ്ച വിവിധൈവൃതാം ദൃഷ്ടിമനോഹരൈ വീഥി സംപ്രേക്ഷമാണശ്ച മണികാഞ്ചന തോരണം അശോകവനികാമേവ പ്രാവിശൽ സന്തതദ്രുമം. അശോകവനികയിലേക്ക് വൃക്ഷനിബിഡമായിരിക്കുന്ന അശോകവനികയിലേക്ക് വന്നത്. അയാളുടെ കൂടെ കനികമായിട്ട് ദേവസ്ത്രീകളിലായിരുന്നു, ഗന്ധർവസ്ത്രീകളിലായിരുന്നു. രാവണൻ്റെ മറ്റനേകം ഭാര്യമാരുണ്ടായിരുന്നു. രാവണൻ്റെ പ്രധാന ഭാര്യയാണ് ഈ മണ്ഡോദരി.
അവൾ മാത്രമല്ല രാവണന് ഭാര്യയായിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ ഈ രാവണനെ സീതയെ പ്രലോഭിപ്പിക്കാമെന്നും അവർ വന്നു തന്നെ. ഇതൊക്കെ നമുക്ക് സാധാരണ ഇതിൽ പരിഹാസ്യമായി വിചിത്രമായിട്ട് തോന്നും. സാധാരണ ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയെ പ്രാപിക്കുന്ന ഞാൻ പുറപ്പെടുന്നതിന് ഇഷ്ടപ്പെടില്ല. ഇവരൊക്കെ രാക്ഷസികളാണ്, അവർക്കതിൽ തെറ്റായിട്ടും തോന്നുന്നു. ചാരിത്രത്തെക്കുറിച്ച് അത്തരം ധാരണകളൊന്നുമില്ല. അപ്പോൾ ചാരിത്രവതിയായ സീതയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവണൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ രാവണൻ്റെ ഭാര്യമാർ കുറേ ആൾ വന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മണ്ടോദരി ഇല്ലാന്നേ ഉള്ളൂ. അവർ വന്ന കൂട്ടത്തിൽ ദേവസ്ഥ ഉണ്ടായിരുന്നു, ഗന്ധർവസ്ഥകൾ ഉണ്ടായിരുന്നു. കാരണം പല ലോകങ്ങളിൽ നിന്നും രാവണൻ വേലക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന സ്ത്രീകൾ ധാരാളം അവിടെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ രാവണൻ്റെ കൂടെ എഴുന്നള്ളാൻ പലതരത്തിലുള്ളതായ അഴുക്കുകൾ, സുന്ദര വസ്തുക്കൾ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പുറപ്പാട്. അസാധാരണമായിരിക്കുന്ന ശബ്ദകോലാഹലങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് വന്നത്. തന്മൃഗത്തില എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ വിസ്തരിച്ച് പറയുന്നില്ല. അവിടെ വന്ന് സീതയുടെ മുമ്പിൽ കഴിഞ്ഞിട്ട് ദയനീയമാകുമ്പട്ടിൽ സീതയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് തൻ്റെ കേമത്വവും തൻ്റെ ഭോഗ വസ്തുക്കളുടെ ആധിക്യമൊക്കെ കാണിച്ച് സീതയെ മനം മാറ്റിക്കളയാമെന്നും സീതയെ തനിക്ക് വശീകരിക്കാൻ വിചാരിച്ചിട്ടുള്ള പുറപ്പാടാണ്. ഇതൊക്കെ അദ്ദേഹം ചെയ്തെന്നാണ്. തസ്മിന്നേവ തതക്കാലേ രാജപുത്രീ ത്വനിന്ദിര രൂപയൗവന സമ്പന്നം ഭൂഷണോത്തമ വിഭൂഷിതം. അങ്ങനെ ഈ സീതയായിട്ട് രാമനെക്കുറിച്ച് തന്നെ വിചാരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിദ്വാൻ അവിടത്തേക്ക് വരുന്നത്. സമീപൻ രാജസിംഹസ്യ രാമസ്യ വിദിതാത്മന സങ്കല്പയ സംയുക്തൈ യാന്തീമിവ മനോരഥൈ. ഈ രാവണൻ്റെ വരവ് കണ്ടപ്പോൾ, രാവണനാണ് വരുന്നത് അറിഞ്ഞപ്പോൾ സീതയാകട്ടെ തൻ്റെ തുടകളെ കൊണ്ട് വയറ് മറച്ചു, കൈകളെ കൊണ്ട് മാരടൊക്കെ മറച്ചു. ഊരുഭ്യാമുദരൻ ചാദ്യ ബാഹുഭ്യഞ്ച പയോധരവൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവൾ ഇരിക്കുന്നത്. അവളെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുണ്ട് ധൂമകേതുവാൽ പീഡിപ്പിക്കപ്പെട്ട രോഹിണി നക്ഷത്രം പോലെ വിഷമിച്ചിരിക്കുകയായിരുന്നു സീത. ചാരിത്രശീലമായ കുലത്തിൽ ജനിച്ചിട്ട് ഇത്തരം അപകടങ്ങളിൽ വിട്ടുവന്ന ആ സീതയെ വശീകരിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അത് ധാരാളം ഉപമകളുണ്ടാണ് കവി വർണ്ണിക്കുന്നത്. അപവാദത്തിലാണ്ടുപോയ ശസ് പോലെ, അപമാനിക്കപ്പെട്ട ശ്രദ്ധ പോലെ. ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അതിനെ അപമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ പരീക്ഷീണമായ പ്രജ്ഞ പോലെ, അങ്ങനെയാണ് സീതയുള്ളതെന്ന്. പ്രജ്ഞയ്ക്കുണ്ടെങ്കിലും അത് ക്ഷീണിച്ചു പോയ പ്രജ്ഞ പോലെ. പത്മിനീമ വൈധ്വസ്താം നേരത്തെ പറഞ്ഞ അലങ്കാരങ്ങൾ ചിലതൊക്കെ വീണ്ടും പ്രയോഗിക്കുകയാണ്. തിരസ്കരിക്കപ്പെട്ട ആജ്ഞയെപ്പോലെ അങ്ങനെയുള്ളവളായ ഈ സീതയുടെ മുമ്പിലേക്ക് വന്നു. സുകുമാരിയാണ് അവൾ, രത്നമാളികയിൽ വസിക്കേണ്ടവളാണ്. അങ്ങനത്തെ സീതയാണ് ഇപ്പോൾ ദുഃഖിതയായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അവൾ വന്നതിന് ശേഷം രാവണൻ്റെ അഭ്യർത്ഥനയാണ് 20-ാം സർഗത്തിൽ. അത് സാമാന്യം നോക്കിയതിന് ശേഷം നമുക്ക് സീതയുടെ പരുഷവാക്യങ്ങളൊക്കെ പിന്നീട് കേൾക്കാം. ഇപ്പോൾ പറയുന്നതാണ് സദാം പരിവൃതന്തീനാം നിരാനന്ദം തപസ്വിനിയും. തപസ്വിനിയായിരിക്കുന്ന ഈ സീതയുടെ അടുത്തേക്ക് അനേക തരത്തിലുള്ള വിഭവങ്ങളോടുകൂടി, ഈ വിഭവങ്ങളും ഭോഗവസ്തുക്കളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? തൻ്റെ പ്രതാപമൊക്കെ സീതയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് എന്നെ സ്വീകരിക്കുന്നത് സുഖപ്രദമാണെന്ന് അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് യാചകനെ പോലെ കാമം കൊണ്ട്, ഇദ്ദേഹം ലോകമൊക്കെ കീഴടക്കിയിട്ടുള്ള ആളാണ്, കേമനൊക്കെയാണ്. പക്ഷെ എന്നാലും കാമത്തിന് ദാസനായിരിക്കുന്ന ആൾ എത്ര ദയനീയരായിത്തീരുന്ന് കാണിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ കവി ചെയ്യുന്നത്. അപ്പോൾ കാമം കൊണ്ട് എത്തുന്നവനായ ഈ രാവണൻ ഇതൊക്കെ പറയാണ് മാം ദൃഷ്ട നാഗനാസോരു. തുമ്പിക്കൈ പോലുള്ള, ആനയുടെ തുമ്പിക്കൈ പോലുള്ള തുളകളോടുകൂടി ഉള്ളതിനാണ് നാഗനാസോരു എന്ന് പറഞ്ഞാൽ. നീ എന്നെ കണ്ടിട്ട് പോലും നടിക്കുന്നില്ലല്ലോ എന്നൊക്കെ വളരെയധികം പ്രേമം യാചിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, അല്ലയോ സർവാംഗസുന്ദരി, സർവലോകപ്രിയേ എന്നൊക്കെ ധാരാളം ഉപമാനങ്ങൾ, ധാരാളം തരത്തിലുള്ള സംബോധനയുണ്ട്. നീ എന്നെ ഇങ്ങനെ സ്വധർമ്മോ രാക്ഷസാംഭീരു സർവദൈവന സംശയ. രാക്ഷസന്മാർക്ക് അല്ലയോ സീതയെ പരസ്ത്രീകളെ പ്രാപിക്കുക എന്നുള്ളതൊന്നും അധർമ്മമല്ല. പിന്നെ ധർമ്മം വിചാരിച്ചിട്ടാണെങ്കിലേ ഞാൻ പരസ്ത്രീയാനെ പ്രാപിക്കാൻ ഈ രാവണൻ യശസ്വിയൊക്കെ ആണെങ്കിൽ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാമല്ലോ. രാക്ഷസന്മാരുടെ ധർമ്മം അങ്ങനെയല്ല എന്നാണ്. ആ രാക്ഷസന്മാർക്ക് പരസ്ത്രീകളെ പ്രാപിക്കുന്നതിൽ അതിൽ അധർമ്മമില്ല എന്നാണ്. സ്വധർമ്മോ രക്ഷസാംഭീരു സർവദൈവന സംശയ ഗമനം വാ പരസ്ത്രീണ ഹരണം സംപ്രമധ്യ. അവരെ പിടിച്ചുകൊണ്ടുവരിക, അവരെ ബലാത്കാരനെ പ്രാപിക്കുക, ഇതൊന്നും യഥാർത്ഥത്തിൽ രാക്ഷസന്മാർക്ക്
ഒരു തെറ്റായ കാര്യമല്ല. അതാണ് ഏവം ദൈവം അകാമന്ത്വം. യഥാർത്ഥത്തിൽ പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ എന്നെ പ്രണയിക്കാത്ത എന്നോട് കാമന്തോളത്തോളായതിനെ ഞാൻ ബലാത്കാരം സ്പർശിക്കില്ല എന്നാണിപ്പോൾ രാവണൻ പറയുന്നത്. ഇതൊക്കെ പറയാനുള്ള കാരണങ്ങൾ യുദ്ധകാണ്ഡത്തിൻ്റെ ആദ്യത്തിൽ നമുക്ക് മനസ്സിലാവും. രാവണന് പണ്ട് തന്നെ കാമിക്കാത്ത അല്ലെങ്കിൽ തന്നോട് വിരോധമുള്ള സ്ത്രീകളെ പ്രാപിക്കുകയോ അവളെ സ്പർശിക്കുകയോ ചെയ്താൽ തല പൊട്ടിത്തെറിച്ചു പോട്ടെ എന്നൊരു ഋഷീൻ്റെ ശാപമുണ്ട്. പക്ഷെ ഇപ്പോൾ രാവണൻ പറഞ്ഞിട്ടാന്ന് ചോദിക്കാൻ, എൻ്റെ മഹാമനസ്കത കൊണ്ട് എന്നോട് കാമില്ലാത്തവളായ പിന്നെ ഞാൻ ബലാത്കാരം പ്രാപിക്കില്ല എന്ന് തൻ്റെ യോഗ്യത പോലെ പറയുകയാണ്. യഥാർത്ഥ യോഗ്യത കൊണ്ടല്ല രാവണൻ ചെയ്യാതിരുന്നത്, ആളുടെ ഗതികേടുകൊണ്ടാണ്. അതൊക്കെ നമുക്ക് യുദ്ധകാണ്ഡത്ത് കാണാം. എന്നിട്ട് പറയാണ്, ദേവി നേഹഭയം കാര്യം, അല്ലെ സുന്ദരി, ഇവിടെ യാതൊരു ഭയത്തിനും കാരണമില്ല. ഞാൻ ലോകം മുഴുവൻ ജയിച്ചവനാണ്. എന്ത് സുഖഭോഗ വസ്തുക്കൾ 14 ലോകങ്ങളിലുള്ളത് മുഴുവൻ നിനക്ക് പ്രാപ്യമാവും. നീ ആ രാമനെ കുറിച്ച് വിചാരിച്ചിരുന്നിട്ട് എന്താണ്? ആൾ ചിലപ്പോൾ നിന്നെ മറന്നു തന്നെ പോയിട്ടുണ്ടാവാം. ആൾ ദുർബലനാണ്. സ്വന്തം രാജ്യം വിട്ടിട്ട് കാട്ടിലേക്ക്, സാറിന് രാജാവായി വാഴേണ്ട ആളാണ്. അങ്ങനത്തെ ആൾ കാട്ടിലേക്ക് ഒന്ന് കൊള്ളാത്തവനായത് കൊണ്ടാണെന്നാണ് രാവണൻ്റെ പക്ഷം. അങ്ങനെയുള്ള ആ രാമനെ വിചാരിച്ചിരുന്നിട്ട് എന്താണ്? അതിനേക്കാൾ ഭേദ എനിക്ക് അനുകൂലമായി തീരൂ, സർവ്വഭോഗങ്ങളും നിനക്ക് അനുഭവിക്കാം. ആ രാമന് ഇവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞുണ്ടാവില്ല. ഈ ലങ്ക ദുഷ്പ്രദക്ഷ്യമാണ്. ദേവാസുരന്മാർക്ക് പോലും ലങ്കയിൽ എത്താൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ആ രാമനെ വിചാരിച്ചിട്ട്, ദുർബലനായ രാമനെ വിചാരിച്ച് കഴിയാണ്ടിരിക്കുമോ? യദ്യൽ പശ്യാമിതേ ഗാത്രം ശീതം ശ്രീ സദൃശാനനെ തസ്മിൻ തസ്മിൻ മൃദുശ്രോണി രക്ഷും മമ നിബദ്ധ്യതേ. എൻ്റെ കാമം കൊണ്ട് ആർത്തനായിട്ട് പറയുകയാണല്ലോ, സീതേ നിൻ്റെ ഓരോരോ അവയവവും വളരെയധികം മനോഹരമാണ്. എൻ്റെ കണ്ണ് ഏതൊരു അവയവത്തിൽ ഒടുക്കുന്നോ അവിടെ തന്നെ നിന്ന് പോവാണ്. പിന്നെ വേറൊരു അവയവം നോക്കാൻ സാധിക്കില്ല. സർവാംഗ സുന്ദരിയാണ്. അങ്ങനെ നീ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കരുത്. ഞാൻ കാമതപ്തനായിട്ട് നിന്നോട് യാചിക്കുകയാണ്. ലോകമൊക്കെ ജയിച്ച ആളാണെങ്കിലും കാമത്തിന് ദാസനായിരിക്കുന്ന ആളെ പറയാൻ ഭവഭൈതിരി ഭാര്യാമേ മോഹമേതം സന്ധ്യയാ. അതുകൊണ്ട് എൻ്റെ ഭാര്യയായിരിക്കൂ. നീ എനിക്ക് വശകയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് സാധിക്കാത്തതായിട്ട് യോഗമൊന്നുമില്ല എന്നാണ്. ഇന്നിങ്ങനെ വളരെയധികം ക്ലേശിച്ച് രാമസ്തപസാ ദേവി ന ബലേന വിക്രമേ ന ധനേന യാതില്ല തേജസാ യശസാ വിവ. ഇനി ആ ഭർത്താവിനെ കുറിച്ചുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അതൊക്കെ ഒരു വിഡ്ഢിത്തം മാത്രമാണ് വിചാരിച്ച് ഒഴിവാക്കൂ. കാരണം ധനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ശരീരബലം കൊണ്ടോ തപസ് കൊണ്ടോ ഒന്നും തന്നെ ആ രാമൻ എനിക്ക് തുല്യനല്ല. അപ്പം അങ്ങനെ മനുഷ്യനായ ദുർബലനായിരിക്കുന്ന രാമനെ ഉപേക്ഷിച്ചിട്ട് എന്നെ വരിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയാ ചെയ്യുന്നാൽ പറയാണ്, പിബവിഹര രമസ്വഭുക്ഷഭോഗൻ. എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏത് ഭോഗങ്ങളും വളരെ അനായാസമായിട്ട് നിനക്ക് കിട്ടും. കുടിക്കാനുള്ളത് കുടിക്കാം, ഭക്ഷിക്കാനുള്ളത് ഭക്ഷിക്കാം. ധനനിരയം പ്രതിശാമി മേതി നിഞ്ച. ഈ ലോകം മുഴുവൻ ഞാൻ നിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്തുകൊള്ളാം. മൈ ലലനേ യഥാ സുഗന്ധം. നിനക്ക് എൻ്റെ കൂടെ ലാദിക്കലും ലസിക്കാം. സൗദതീരത്തിലും പർവ്വത പ്രദേശങ്ങളിലും ഏത് പ്രദേശങ്ങളിലും കനകാഭരണ വിഭൂഷത്തിയായി എൻ്റെ കൂടെ വിഹരിച്ചാലും ഇങ്ങനെ ദീനദീനമായി അഭ്യർത്ഥിച്ചു. കനകവിമലഹാരഭൂഷിതങ്കീ വിഹരമയാമ സഹ ഭീരു കാനനാനി. നീ വെറുതെ കാട്ടിലും വീട്ടിലും നടക്കേണ്ടവളല്ല. അഥവാ വരുന്നുണ്ടെങ്കിലോ എൻ്റെ കൂടെ സുഖമായിട്ട് ഈ പുഷ്പാനത്തിൽ കയറിയിട്ട് മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. എന്നിങ്ങനെ ദീനദീനമായി അഭ്യർത്ഥിച്ചു. ഇനി ഈ രാവണൻ്റെ ഈ കാമാഭ്യർത്ഥനയ്ക്ക് സീത കൊടുക്കുന്ന മറുപടിയാണ് തുടർന്നുള്ള സർഗങ്ങളുള്ളത്. ഓക്കെ, തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. അതൊക്കെ കുറച്ച് ദീർഘമായി പോയെന്ന് സംശയം. എന്തായാലും ഇവിടെ ഉപസംഹരിക്കുകയാണ്. സീതയുടെ പ്രതികരണം മാർക്കുള്ളത് അടുത്ത് കേൾക്കാം. നമസ്കാരം.